ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യയ്ക്ക് മുൻപിൽ അതീവ സുരക്ഷാ മേഖലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു കാറിനുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2 ദിവസത്തോളം പഴക്കമുണ്ട് ഈ മൃതദേഹത്തിനെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനടുത്ത് തന്നെയുള്ള ഒരാളുടെ വാഹനമാണിത്. ആ കാറുടമയെ ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന ഒരു ആളാണ് ഈ കാറിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ദുർഗന്ധം പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഈ കാറിനുള്ളിൽ പരിശോധിക്കുകയും അതിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. വലിയ ദുർഗന്ധമാണ് ഈ കാറിനുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മാസ്ക് വെച്ചാൽ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. പോലീസ് എത്തി പ്രാഥമിക പരിശോധനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാർ ഉടമ തൊട്ടടുത്ത് തന്നെയുള്ള ഒരാളാണ്. പക്ഷേ അയാൾ 4 ദിവസം മുമ്പ് കാർ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് പോയതാണ് എന്നതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ആരോ ആണ് ഈ മരിച്ചിരിക്കുന്നതെന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ കാറ് തുറന്ന് അതിനകത്ത് കയറി ഇരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഈ കാർ ഇതുവരെ പോലീസ് തുറന്നു നോക്കിയിട്ടില്ല. നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ ഈ ദുർഗന്ധം വന്നപ്പോൾ മാത്രമാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് എന്നാണ്. നടക്കാൻ പോയ പിള്ളേരിൽ ഒരാളായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഈ സ്മെല്ലാണ് ആദ്യം പറഞ്ഞത്. ആരോ ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളാണ് പോലീസിനെ വിളിച്ച് ഇവിടെ വരുത്തുന്നത്. പല ആളുകളും വണ്ടി കൊണ്ടുവന്നിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ആകെ 1-2 വണ്ടികളെ ഇവിടെ ഉള്ളൂ. വന്ന് ആളുകൾ പറയുമ്പോഴാണ് ഈ മണത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ സാധാരണ ഇവിടെ ഈ എലിയും പൂച്ചയൊക്കെ ചത്ത് കിടന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഇയാളെങ്ങനെ ഈ കാറിനുള്ളിൽ എത്തി എന്നത് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഇത് കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ അക്കാര്യം ഉറപ്പിക്കണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തലവേദനകൾ ഉണ്ടാക്കുന്ന ഒരു കേസാണ് സ്വാഭാവികമായും. പ്രത്യേകിച്ച് ഒരു കാറിനുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തുക ഈ അതീവ സുരക്ഷാ മേഖലയിൽ, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യയുടെ പ്രധാന ഗേറ്റിന് സമീപത്തായിട്ടുള്ള പാർക്കിങ്ങിലാണ് ഇത്തരത്തിലൊരു ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.